നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ കയ്യിൽ കണ്ടോ, ഇത് ഞാൻ മാങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരാഴ്ച ഞാനിത് ഇട്ട് വെച്ചിട്ട് എനിക്ക് നല്ല പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഞാൻ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുവരെ നമ്മൾ എങ്ങനെ അച്ചാറിട്ടതെന്നും കാണിച്ചു തരാം. പിന്നെ ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കാലം കേടുകൂടാതിരിക്കും. പിന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പലതരത്തിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള അച്ചാറാണ്, തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തുറന്നു നോക്കാം. നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ്. അച്ചാറിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അതങ്ങനെ നിൽക്കണം എന്നാണ് പറയാം, കാരണം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അധികം എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞാനിവിടെ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോളം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിന് നന്നായി കഴുകി നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തോലോട് കൂടെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇത്രയും വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ മാങ്ങ എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. റഫായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എൻ്റെ ഷേപ്പൊന്നൊന്നുമില്ല. അത്യാവശ്യം വലുപ്പത്തിൽ തോലോട് കൂടെ നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിന് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ ചില്ല് പാത്രത്തിലോ ഇട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു ഭരണി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ട് വയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത പാത്രമായിരിക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് അത് കൺഫേം ആക്കണം, കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ അച്ചാർ കേടായിപ്പോവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്കിങ്ങനെ വെതറിട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് കൂടി ചേർത്താലും മതിയാവും. കുറച്ചും കൂടെ മാങ്ങ പീസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാണ്. കുറച്ചും കൂടെ ഉപ്പ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഉപ്പും ചേർത്തു. ഇതിന് നമുക്കിനി മൂടി വെക്കണം. അപ്പം ഞാനിതിലേക്ക് വായു കിടക്കാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വയ്ക്കാം. ഇനി നമ്മൾ നാളെ ഈ സമയത്ത് തുറന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഈ ഉപ്പെല്ലാം അലിഞ്ഞ് വെള്ളമായി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മാങ്ങ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കിതിനെ നാളെ തുറന്നു നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളിതിന് 2 ദിവസമായി ഉപ്പിലിട്ട് വെച്ചിട്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മാങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വന്നു, ഉപ്പൊക്കെ ഇറങ്ങി നല്ല വെള്ളമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാങ്ങേനെ ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇത് ഞാനിതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. നമുക്കിതിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ മാങ്ങയിലെ വെള്ളം മുഴുവൻ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം എനിക്ക് കിട്ടി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഈ മാങ്ങ പീസുകൾ ഇടുകയാണ്. ഈ മാങ്ങയെ മുഴുവൻ ഒരു പരന്ന പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലിത്തിരി അളവ് കൂടുതലാണ്. അപ്പം ഞാനിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ പരത്തി വയ്ക്കാം. ഇപ്പുറത്തും അതായത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പരത്തി വെച്ചിട്ട് കുറച്ച് നേരം നമുക്കിതിനെ വെയിൽ കൊള്ളിക്കാം. ഒരു 3-4 മണിക്കൂർ. ഇപ്പം പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പം നമുക്കിതിനെ കുറച്ച് നേരം വെയിലത്ത് വയ്ക്കാം. അപ്പോൾ ഈ വെയിൽ കൊള്ളുമ്പോഴും
ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെയിൽ കൊള്ളിക്കാതെ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ തുണിയിൽ നമ്മൾ പരത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്താലും മതി. ഞാനിവിടെ വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇത് വെയിലത്തിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് അച്ചാറിടാം. ഞാനിവിടെ ഈ മാങ്ങ ഞാൻ 3 മണിക്കൂർ നേരം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തു. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഞാനിവിടെ 200 ml നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ നല്ലെണ്ണയെ നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കടുകും ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പോളം കടുക് ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഈ കടുകിനൊന്ന് ചൂടാക്കി എടുക്കണം. കടുക് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിന് ഇതിൽ നിന്ന് മാറ്റുകയാണ്. നമുക്ക് ചൂടാറുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ പാനിൽ തന്നെ ഞാനൊരു 1/4 കപ്പിൻ്റെ ഒരു കുറച്ച് കുറവായിട്ട് ഉലുവ ഇടുന്നുണ്ട്. ഉലുവയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഉലുവയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേണ്ട നമുക്ക് കായമാണ്. കായം അപ്പം ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പം അത് ചൂടാക്കുന്നില്ല. പെരുംകായമാണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഓയിലിട്ടിട്ട് നമ്മൾ അതിനൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കും. അപ്പം നല്ല മണം ഉണ്ടായിരിക്കും. കടുക് പൊടിച്ചെടുത്തു. പിന്നെ ഉലുവ പൊടിച്ചതും കൂടി ഇതിലിടാണ്. പിന്നെ കായം പൗഡറാണ് ഇടുന്നത്. 2 ടീസ്പൂൺ കായം പൗഡർ ഇടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൗഡർ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കണം. മാങ്ങയിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ 1 കപ്പ് മുളക് പൊടി ഇടുന്നുണ്ട്. ഓരോരുത്തരും എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ പൗഡറും നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറും ചേർക്കുകയാണ്. ഇതിൻ്റെ 3/4 ഭാഗമാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ തിളപ്പിച്ചാറ്റിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയും ഇത് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 1/4 ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി എല്ലാ എണ്ണയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഇനി വേറെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പൗഡറുകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ എല്ലാ പൊടികളും ഈ മാങ്ങയിലേക്ക് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം എണ്ണ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ മുഴുവൻ എണ്ണയിലേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ എണ്ണ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇത്തിരി ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വെറ്റാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഉപ്പുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഭരണിയിലെ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പിന്നെ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിലേക്ക് എല്ലാ പൊടികളും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയെ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പാകാവണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമുക്കിനിയൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ഈ അച്ചാറിനെ ഒരു ബോട്ടിലേക്ക് മാറ്റാണ്, ഒരു കുപ്പിയിലേക്ക്. അപ്പോൾ ഞാൻ ആ കുപ്പിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഞാൻ നന്നായിട്ടൊന്നും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. കാരണം ഇതിലാണ് നമ്മൾ അച്ചാർ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ കുപ്പിയിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ടിരിക്കാൻ നോക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. ഇപ്പം എല്ലാ ഭാഗത്തേക്കും ഞാനിങ്ങനെ എണ്ണ നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാറിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്.
ഈ കൂട്ടി വെച്ചിട്ടുള്ള അച്ചാറിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള എണ്ണയുണ്ടല്ലോ, നമ്മൾ ചൂടാറ്റിയിട്ടുള്ള എണ്ണ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാറിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ അത് കേടുകൂടാതെ ഇങ്ങനെ കുറേ നാൾ ഇരിക്കും. അപ്പോൾ എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് റാപ്പ് ചെയ്തിട്ടാണ് അടയ്ക്കുന്നത്. ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എയർ പോലും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. പിന്നെ ഇതുകൂടി ഇരിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ്. അച്ചാറിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അതങ്ങനെ നിൽക്കണം എന്നാണ് പറയാം, കാരണം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അധികം എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ അച്ചാർ. ഇതിനി ഇരിക്കും തോറും ഭയങ്കര രുചിയാണ്. ഇതിപ്പം ഒരാഴ്ചത്തെ പാകല്ലായിട്ടുള്ളൂ. ഇതൊരു മാസം 2 മാസം ഒക്കെ കഴിഞ്ഞ് നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇതിട്ട് വയ്ക്കുമ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് ചോറുണ്ണാൻ ഒന്ന് തൊട്ടുകൂട്ടാൻ നല്ല രുചികരമായ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.